യെസ്, അപ്പോൾ ഇനി അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്ന് നോക്കാനുള്ള സമയമാണ്. യെസ്, ബി കെ സുഹൈൽ നമ്മോടൊപ്പം ചേരും. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ആ നാട്ടുകാരുടെ ദുരിതം, ഗസ നിവാസികളുടെ ദുരിതം 10 മടങ്ങിലേക്ക് കൂടിയതല്ലാതെ ഒരു മാറ്റവുമില്ല. ഏറ്റവും ഒടുവിൽ ഗസയിൽ എന്താണ് സംഭവിക്കുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ മറ്റെന്തൊക്കെ പ്രധാന വാർത്തകളുണ്ട്? സൈഫു ജിൽസി, ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായി ഇപ്പോൾ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ICCയിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേൽ നൽകിയ ഒരു അപ്പീലുണ്ടായിരുന്നു. വംശഹത്യാ കേസിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അതേപോലെ തന്നെ യോവ് ഗാലന്റ്, മുൻ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കണം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള അവരുടെ അപ്പീൽ അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണിത്. പല ഘട്ടത്തിലും ഇപ്പോൾ വലിയ ശൈത്യകാലമാണ് ഗസയിൽ. അവിടേക്ക് ടെൻറ്റുകളോ താൽക്കാലികമായ കൂടാരങ്ങളോ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ICC ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നത് നിർണായകമാണ്. വീണ്ടും ഇസ്രായേൽ ഗസയിൽ വെടിനിർത്തലിൻ്റെ ഈ ഇടയിലും വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുകയും ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കളെ വരെ വധിക്കുകയും ചെയ്തുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു നിർണായകമായ നീക്കമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ നേതാവിനെ വധിച്ചതിനെതിരെ US തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതിയെ, സമാധാന പദ്ധതിയെ അട്ടിമറിക്കരുത് എന്ന് ഇസ്രായേലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഗസയെ പോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിൻ്റെ ക്രൂരത തുടരുകയാണ്. ഫലസ്തീനികളുടെ നിരവധി വീടുകൾ നെബുലൂസിലടക്കം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രേറ്റർ ജെറുസലേം എന്നുള്ളതാണ് ഇസ്രായേൽ കുറേ കാലമായി കൊണ്ടു നടക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള നഗരങ്ങളെ അതേപോലെ തന്നെ ഗ്രാമങ്ങളെല്ലാം ഇസ്രായേൽ ഓരോന്നോരോന്നായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലേക്ക് വലിയ ബുൾഡോസറുകൾ വരുത്തിക്കൊണ്ട് ഫലസ്തീനികളുടെ വീടുകൾ തകർക്കുന്നു, അവിടേക്കുള്ള പെർമിറ്റുകൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച. ഇനി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായിട്ടുള്ളൊരു യോഗം കഴിഞ്ഞ ദിവസം ബെർലിനിൽ നടക്കുകയുണ്ടായി. ജർമ്മനിയുടെ നേതാക്കൾ മാത്രമല്ല, സെലൻസ്കി, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് പങ്കെടുത്തു. അതോടൊപ്പം യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതേപോലെ തന്നെ ട്രംപിൻ്റെ മരുമകൻ ജേഡ് കുഷ്ണർ അടക്കമുള്ള ആളുകൾ അവിടേക്കെത്തി. ആ മീറ്റിങ്ങിന് ശേഷം ട്രംപ് നടത്തിയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് യുക്രൈൻ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷാവസാനത്തിന് മുമ്പ് തന്നെ അത്തരമൊരു നീക്കമുണ്ടാകുമോ, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ ട്രംപുമായും സ്റ്റീവ് വിറ്റ്കോഫും അതേപോലെ തന്നെ ജേഡ് കൃഷ്ണനും സംസാരിച്ചിരുന്നു. ആ വിഷയത്തിൽ പുടിൻ മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. യുക്രൈൻ്റെ വിവിധ പ്രദേശങ്ങൾ വിട്ടുതരിക എന്നടക്കമുള്ള കാര്യത്തിൽ ആ കാര്യങ്ങളടക്കം യൂറോപ്പിന് സമ്മതിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതടക്കമുള്ള കാര്യത്തിൽ ഒരു നിർണായകമായിട്ടുള്ള നീക്കുപോക്കുകൾ, ഒരു സമവായം ഉണ്ടായിട്ടുണ്ട് ബെർലിനിലെ മീറ്റിംഗിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വർഷാവസാനത്തോടു കൂടി യുക്രൈൻ യുദ്ധവും അവസാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു എന്നാണ് ട്രംപ് പറയുന്നത്.